ഹായ്, ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ കോളേജിൽ പോകാൻ വേണ്ടി റെഡിയായി നിന്നപ്പോൾ എന്നാൽ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ഷൂട്ട് ചെയ്തേക്കാമെന്ന് തോന്നി ചെയ്തതാ. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ചായയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഫുഡ് കഴിച്ചു. നമ്മൾ 3 പേര് ഒരുമിച്ചാണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ദിവസം എന്തൊക്കെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഫുഡ് ചാർട്ടൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അതനുസരിച്ച് ഫുഡ് കുക്ക് ചെയ്യും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ക്യാമ്പസിലെത്തി. ദാ ഈ കാണുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ക്യാമ്പസ് ലൈബ്രറിയിലെ മാർക്സ് ആൻഡ് സ്റ്റഡീസ്. ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ എൻ്റെ റിസർച്ച് ചെയ്യുന്നത് ഇവിടെ ഇരുന്നാണ്. നമുക്കല്ലാതെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് റിസർച്ച് റൂം സെപ്പറേറ്റ് ഉണ്ട്. എന്നാലും ഞാൻ കൂടുതലും ഇവിടെ ഇരിക്കാനാണ് കേട്ടോ ആഗ്രഹിക്കുന്നത്. കാരണം ഈ കാണുന്ന പോലെ തന്നെ അധികം ആൾക്കാരൊന്നുമില്ല. ഭയങ്കര കാമായിട്ടുള്ളൊരു സ്പേസാണ്. നമുക്ക് റിസർച്ച് ചെയ്യാൻ മോസ്റ്റ് കംഫർട്ടബിൾ പ്ലേസ് ആണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ മലബാറിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് ചൂട് അപ്പവും പെപ്പർ ചിക്കനും ആണ് ഓർഡർ ചെയ്തത്. ഫുഡ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പ്ലേറ്റിൽ കുറേ ചിത്രപ്പണികൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഫുഡിനോടുള്ള ആക്രാന്തം കാരണമാവാം ഫുൾ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് നേരെ പഠിക്കാൻ കയറി. നാളെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ പേപ്പർ ഓൾമോസ്റ്റ് ആയതാണ്. എന്നാലും ലാസ്റ്റായിട്ടൊരു ടച്ചപ്പും കൂടെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പെൻഡിങ്ങിൽ ഇടണ്ടല്ലോ. അതിനുശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ക്യാമ്പസിൽ നിന്ന് വന്ന് ഫ്രഷായി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നേരെ കിച്ചണിൽ ചെന്ന് കുക്ക് ചെയ്യും കേട്ടോ. കാരണം 8 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാണ്. നമ്മൾ ഇന്ന് ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് ഈ ഡിന്നർ ടൈം എൻ്റെ ലൈഫിൽ ഏറ്റവും എൻജോയ് ചെയ്ത് കഴിക്കുന്നത് ഞാൻ ഡിന്നറാണ് കേട്ടോ. കാരണം രാവിലെ മുതൽ വൈകിട്ട് വരെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പരസ്പരം ഷെയർ ചെയ്ത് ഭയങ്കര എൻജോയ് ചെയ്താണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാലുള്ള സമയം അത് ഓൾമോസ്റ്റ് നമ്മളുടെ മാത്രം ഒരു ലോകമാണ്. അവിടെ നമ്മൾ പലതും നമ്മളുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യും. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഫിലിമോ ഏതെങ്കിലും മൂവീസോ ഒക്കെ വാച്ച് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും പുറത്ത് പോകണമെന്ന് തോന്നി അങ്ങനെ പോകും. ഇന്നിപ്പോൾ ശരിക്കും ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ വെബ് സീരീസ് കാണാൻ വേണ്ടി ലാപ്പ് ഓൺ ആക്കിയപ്പോഴാണ് ചായ കുടിക്കാൻ പോയാലോ എന്നൊരു ഉൾവിളി വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, കാറും എടുത്ത് നേരെ ചായ കുടിക്കാനായിട്ട് കഴക്കൂട്ടത്തോട്ട് വിട്ടു. ആക്ച്വലി പുറത്തിറങ്ങിയപ്പം ചെറിയ രീതിയിലൊരു മഴ ഉണ്ടായിരുന്നു. അതാണ് കേട്ടോ കാറിൽ പോയത്. ഇല്ലെങ്കിൽ നടന്നു പോവേണ്ട ദൂരമേ കഴക്കൂട്ടം വരെ ഉണ്ടായിരുന്നുള്ളൂ.